ഓക്കെ 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 അപ്പൊ നമ്മുടെ പ്രൊജക്ട് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ ഇതാണ് അല്ലെ, ടു ബോൾസ് വിത്ത് സെയിം മാസ് ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ആർ പ്രൊജക്റ്റഡ് അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് in such a way that maximum height reached by first ball is 8 times higher than that of the second ball. അല്ലെ, അവിടെ ഒരു കീ പോയിന്റ് ഉണ്ട്. T1 and T2 are the total flying times of the first and second ball respectively. Then the ratio of T1 and T2. Then the ratio of T1 and T2. അല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം കീ പോയിന്റ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. കീ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചാൽ ആ ഡാറ്റ എടുത്ത് ചെയ്തു. അതാണ് എനിക്ക് പ്രോബ്ലം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതാ ചില കുട്ടികൾ ഈ പ്രോബ്ലത്തിന്റെ ലെങ്ത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർ ചില പ്രോബ്ലം വായിക്കൂല. ഏത് പ്രോബ്ലം 2 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കത്തും. അതേപോലെ എന്താക്കണം, ഈ പ്രോബ്ലം വായിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഒരു കീ പോയിന്റ് ഉണ്ട് അല്ലേ, ദ മാക്സിമം ഹൈറ്റ് അല്ലെ, മാക്സിമം ഹൈറ്റ് attained by reached by first ball is 8 times higher than that of the second ball. അതൊരു കീ പോയിന്റ് ആണ്. മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ഫസ്റ്റ് ബോൾ ഈസ് 8 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ബോൾ. അതായത് എന്താണ് ഇതിന്റെ പ്രശ്നം? അതായത് ശ്രദ്ധിക്കണം എടാ, ഞാന് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ഫസ്റ്റ് ബോൾ ഈസ് 8 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ബോൾ അല്ലേ. ഇത് ഫസ്റ്റ് ബോൾ ആണെടാ, ഇതെന്താ സെക്കൻഡ് ബോൾ അല്ലേ. ഫസ്റ്റ് ബോളിന്റെ ഹൈറ്റിന് എന്ത് കൊടുത്ത് h1 എന്ന് കൊടുത്ത്, സെക്കൻഡ് ബോളിന്റെ ഹൈറ്റിന് എന്ത് കൊടുത്ത് h2 എന്ന് കൊടുത്ത് അല്ലെ. h1 ഈക്വൽ ടു h1 എന്ന് കൊടുത്ത്, സെക്കൻഡ് ബോളിന്റെ ഹൈറ്റിന് എന്ത് കൊടുത്ത് h2 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എന്താ പറയുന്നത്, ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ഫസ്റ്റ് ബോൾ ഈസ് 8 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി സെക്കൻഡ് ബോൾ. അതായത് h2 എന്നുള്ള വാല്യൂ h ആണെങ്കിൽ h1 എത്രയാണ്, 8h ആണ്. അതിന്റെ 8 ടൈംസ് ആണ്. അതിന്റെ 8 ടൈംസ് ആണ് അല്ലേ. ഇനി എന്താ പറയുന്നത്, T1 and T2 ആർ ദി ടോട്ടൽ ഫ്ലൈയിങ് ടൈം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോൾ റെസ്പെക്റ്റീവ്ലി. Then the ratio of T1 and T2 അല്ലെ. ഒന്നാമത്തെ ബോളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് T1 ആണ്, രണ്ടാമത്തെ ബോളിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്, T2 ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കണടാ, T1 by T2 എത്രയാന്ന് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഒന്നുമില്ലടാ, നമ്മൾ പഠിച്ച ഐഡന്റിറ്റി ഇല്ല, ഇക്വേറ്റ് ചെയ്യാം. GT² is equal to 8h എന്ന് ഇക്വേറ്റ് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ 8ഉം Gയും കോൺസ്റ്റന്റ് ആണ്. ഞാൻ റേഷ്യോ എടുക്കാനാ പോകുന്നത്, രണ്ടും കാലം വെട്ടിയും ഒഴിവാക്കാം. T² is equal to എന്താണ്, h ആണ്. അങ്ങനെയാണ് T is equal to എന്താണ്, റൂട്ട് h ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ T1 by T2 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് h1 by h2 ആണ് അല്ലെ. റൂട്ട് ഓഫ് h1 by h2 ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ആദ്യമായിട്ട് നോക്കുക, h1 ന്റെ വാല്യൂ എത്രയാ, 8h, h2 ന്റെ വാല്യൂ എത്രയാ, h ആണ്. സോ ആൻസർ ഈക്വൽ ടു റൂട്ട് ഓഫ് 8h by h ആണ്. h ക്യാൻസൽ ആയിട്ട് മാറി റൂട്ട് 8. റൂട്ട് 8 എന്ന് വെച്ചാൽ എന്തായിട്ട് മാറും, 2 റൂട്ട് 2 റേസ് ടു 1. സോ ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും എന്താണ് ഇതിന്റെ ആൻസർ. ഒന്നുമില്ല, ഞാൻ പഠിപ്പിച്ചെന്ന ഐഡന്റിറ്റി മാത്രം ഓർമ്മിച്ചേക്കാം. GT² is equal to 8h is equal to 2r tan θ. സിമ്പിൾ ആയിട്ട് ജെയ്മെയിന് ഈ വർഷത്തെ ഏപ്രിലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് 1 മിനിറ്റ് താഴെ വേണ്ടി വരുള്ളൂ. ടക്ക് ടക്ക് പറഞ്ഞ് കട്ട് ചെയ്ത് പോകും. സിമ്പിൾ ആയിട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 projectiles are, അതും ജെയ്മെയിന് 2025 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 projectiles are fired from ground with the same initial speed from same point at angle 45° plus alpha and 45° minus alpha with horizontal direction. The ratio of their time of flight is. എന്ന ചോദ്യം അല്ലെ. 2 projectiles are fired from ground with the same initial velocity ആടാ. അതായത് u1ഉം, രണ്ട് ബോഡി ഉണ്ട്, u1ഉം u2ഉം സെയിം ആണ്. u1 ന്റെ വാല്യൂ u ആണെങ്കിൽ u2 ന്റെ വാല്യൂ എന്താടാ, u ആണ് അല്ലെ. ആംഗിൾ എത്രയാ പറയുന്നത്, ആദ്യത്തെ ആംഗിൾ ശ്രദ്ധിക്കണേടാ. ഫസ്റ്റിലത്തെ ആംഗിൾ 45 പ്ലസ് ആൽഫ ആണെങ്കിൽ സെക്കൻഡ് വണ്ണിന്റെ ആംഗിൾ എത്രയാ, 45 മൈനസ് ആൽഫ ആണ്.
ഒന്നാമത്തെ ആംഗിൾ 45 ആൽഫ, രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? 45 മൈനസ് ആൽഫയാണ്. U1 U2 രണ്ടിന്റെ ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആണ്. ഇനി നോക്കണേ, റേഷ്യോ ഓഫ് ദർ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പൊ റേഷ്യോ നോക്കുമ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ബേസിക് ഇക്വേഷൻ അറിയണം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ ടു 2u sin theta by g ആണ്. എടാ റേഷ്യോയിൽ എടുക്കാൻ പോന്നേ, ഒന്നും നോക്കണ്ട, ധൈര്യത്തിൽ വെട്ടാം. കോൺസ്റ്റന്റ് ആയൊക്കെ വെട്ടിക്കോ. g വെട്ടി, 2 വെട്ടി, u രണ്ടാക്കും സെയിം ആന്ന് പറഞ്ഞു, അതും വെട്ടിയങ്ങ് ഒഴിവാക്കി. t പ്രൊപ്പോർഷണൽ ടു എന്താ? സൈൻ തീറ്റയാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ T1/T2 എന്ന് വെച്ചാൽ സൈൻ θ1 ഡിവൈഡ് ബൈ സൈൻ θ2 ആയിരിക്കും. അല്ലേ? θ1 എത്ര വന്നിട്ടുണ്ട്? 45 പ്ലസ് ആൽഫ. θ2 എത്രയാ? 45 മൈനസ് ആൽഫ. അപ്പൊ ഒന്നുമില്ല, T1/T2 ഈക്വൽ ടു സൈൻ ഓഫ് 45 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 45 മൈനസ് ആൽഫയാണ്. അല്ലേ? ഇനി സൈൻ ഓഫ് എ പ്ലസ് ബിയും സൈൻ ഓഫ് എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്താൽ പോരെ? സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ 45 ഇൻറ്റു കോസ് ആൽഫ സൈൻ എ കോസ് ബി പ്ലസ് കോസ് 45 ഇൻറ്റു സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ അടുത്ത് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. അതേപോലെ തന്നെ സൈൻ 45 ഇൻറ്റു കോസ് ആൽഫ മൈനസ് കോസ് 45 ഇൻറ്റു എന്തായിട്ട് മാറിയടാ? സൈൻ ആൽഫ. സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ ഓഫ് എ മൈനസ് ബി അറിയണേ? സൈൻ ഓഫ് എ പ്ലസ് ബിയും സൈൻ ഓഫ് എ മൈനസ് എ, സൈൻ എ കോസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അതേമാതിരി സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതേമാതിരി രണ്ടൊരേ ഫോർമുലയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, എല്ലാ ടേമിലും സൈൻ 45 കോസ് 45 വാല്യൂ സെയിം ആണ്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി അല്ലേ? സൈൻ 45 എന്ന് വെച്ചാൽ 1/√2 ആണ് കോസ് ആൽഫ പ്ലസ് ഇതും 1/√2 സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ 45 1/√2 കോസ് ആൽഫ മൈനസ് 1/√2 സൈൻ ആൽഫ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 1/√2 എല്ലാ ടേമിലുള്ളതുകൊണ്ട് എന്തായിപ്പോടാ? വെട്ടിപ്പോവും. 1/√2 എല്ലാ ടേമുകളിലോട്ട് എന്തായിപ്പോ? വെട്ടിപ്പോവും. അപ്പൊ എന്തായിട്ട് മാറി? T1/T2 എന്ന് വെച്ചാൽ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ മൈനസ് എന്തായിട്ട് മാറി? സൈൻ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, എല്ലാ ടേമും ഞാൻ എന്താക്കണം? ഒന്നും കൂടി ചെയ്യും. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എന്തില്ല, നമ്മൾ തന്ന ഓപ്ഷനിൽ ഇങ്ങനത്തെ ഒന്നില്ല അല്ലെ? സൈൻ്റെയും കോസിന്റെയും ടേം ഇല്ല. പക്ഷെ എന്താ? ടാൻ്റെ ഫോമിലുണ്ട്. ടാൻ്റെ ഫോമിൽ വരണമെങ്കിൽ സൈൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെ? കോസിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെ? കോസ് ബൈ സൈൻ എന്ന് വെച്ചാൽ എന്താണ്? കോട്ടാണ്. അല്ലെ? സൈൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ടേമിനും ഒരാളെ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. എല്ലാ ടേമിനും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തോളാം? സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സോറി കോസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കോസ് ആൽഫ ബൈ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഹോൾ ഡിവൈഡ് ബൈ കോസ് ആൽഫ ബൈ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ബൈ കോസ് ആൽഫ. കോസ് ആൽഫ ബൈ കോസ് ആൽഫ 1 ആയിട്ട് മാറും. കോസ് ആൽഫ ബൈ കോസ് ആൽഫ എന്താ? 1 ആയിട്ട് മാറും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ടാൻ ആൽഫ ആയിരിക്കും. ഇതും എന്തായിട്ട് മാറി? ടാൻ ആൽഫ ആയിട്ട് മാറി. സോ ഫൈനൽ ആൻസർ എന്തായിട്ട് മാറിയടാ? 1 പ്ലസ് ടാൻ ആൽഫ ബൈ 1 മൈനസ് ടാൻ ആൽഫ. അതൊരു ഓപ്ഷൻ ഉണ്ടോ? 1 പ്ലസ് ടാൻ ആൽഫ ബൈ 1 മൈനസ് ടാൻ ആൽഫ. അല്ലെ? ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ച് ട്രിഗണോമെട്രിനെ ജസ്റ്റ് ഐഡന്റിറ്റിയും കൊടുത്തു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 1 പ്ലസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേ പോവാം. ഓക്കെ, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി u so that its horizontal range is 3 times the maximum height attained by it. The horizontal range of the projectile is given by nu square 25g, where value of n is. നല്ല ക്വസ്റ്റ്യൻ ആണ്. A particle is projected with a velocity u so that its horizontal range is 3 times maximum height. അതായത് r എന്ന് വെച്ചാൽ horizontal range is 3 times its maximum height ആണ്. അല്ലെ? horizontal range is 3 times its maximum height ആണ്. അപ്പൊ ഒന്നുമില്ല, horizontal range ഇക്വേഷൻ എന്താടാ?
ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ സ്ക്വയർ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ സി ആണ് അല്ലെ. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. എടാ പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 3 ടൈംസ് മാക്സിമം ഹൈറ്റ്. എടാ ഈ മാക്സിമം ഹൈറ്റിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തിന് ഈക്വൽ ആവുന്ന പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ചിന് ഈക്വൽ ആവുന്ന പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഴുതി കൂടെ ഹൊറിസോണ്ടൽ റേഞ്ചിനെ ഒന്ന് മാറ്റിയതാണ് യു സ്ക്വയർ സൈൻ 2 തീറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. അപ്പുറം 3 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്, 3 എന്ന് കൊടുത്ത് അല്ലേ. 3 എന്ന് കൊടുത്ത് മറ്റേ ഹൊറിസോണ്ടൽ 3 എന്ന് കൊടുത്ത് ഇപ്പൊ ഇവിടെ യു സ്ക്വയർ ഉണ്ട്. സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ എന്താ 2g ആണ്. സോ ജി ക്യാൻസൽ, യു സ്ക്വയർ ക്യാൻസൽ, സൈൻ തീറ്റ ക്യാൻസൽ. ഇവിടെ സൈൻ തീറ്റ ആണ്, സൈൻ തീറ്റ ക്യാൻസൽ അല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ ഇപ്പൊ എന്തായിട്ട് മാറി? ഇവിടെ 2 മാത്രം, 2 ഇൻറ്റു കോസ് തീറ്റ. അപ്പുറത്തെ സൈഡിൽ ആരൊക്കെയാ ബാക്കിയുള്ളത്? 3 ഇൻറ്റു സൈൻ തീറ്റ ബൈ എന്താണ് 2 ആണ്. അപ്പൊ ഈ 2 ഇങ്ങോട്ടേക്ക് എടുക്കുക, ഈ 3 ഇങ്ങോട്ടേക്ക് എടുക്കുക, കോസിനെ അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ 2 ഇൻറ്റു 2 4 ആയിട്ട് മാറും, 3 ഇങ്ങോട്ട് വരും 4/3. 4/3 is equal to sin theta by cos theta. അങ്ങനെയാണ് 4/3 equal to sin theta by cos theta എന്താടാ? tan theta അല്ലേ. 4/3 tan theta എന്ന് വെച്ചാൽ നമുക്ക് ട്രയാങ്കിൾ അറിയാം. ഇവിടെ 5, ഇവിടെ 4, ഇവിടെ 3 ആണെങ്കിൽ tan theta എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് അല്ലേ. അപ്പൊ തന്ന എക്സ്പ്രഷൻ എന്താ? 4/3 ആണ്. അപ്പൊ 4ന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇവിടെയാണ് 3. 4/3 എന്ന് പറഞ്ഞാൽ 4ന്റെ ഓപ്പോസിറ്റ് ഏതാണ് ആംഗിൾ വരിക? 53 ആണ് വരിക. 3ക്ക് ഓപ്പോസിറ്റ് ആരാ? 37 ആയിരിക്കും അല്ലേ. ഈ 3 പേരാണ് 37, 53, 90. തന്നിരിക്കുന്ന ആംഗിൾ സൈഡ് എന്ന് വെച്ചാൽ 3, 4, 5 ആണ്. ഓർമ്മിച്ചേക്കണം. ചെറുതിനെതിരെ 37, വലുതിനെതിരെ 90, ഇന്റർമീഡിയറ്റിനെതിരായിട്ട് എന്താ? 53 ആണ് അല്ലേ. അങ്ങനെയാണ് എന്താ നമുക്ക് ആംഗിൾ കിട്ടി. ആംഗിൾ 53 ആണ് കണ്ടുപിടിച്ചത്. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? where the value of n is അല്ലേ. ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ബേസിക് ഇക്വേഷൻ r is equal to u square sin 2 theta by g ആണ്. ഒന്നുകൂടി മാറ്റിയതാ. u square 2 sin theta cos theta by എന്താ? g ആണ്. അങ്ങനെ ആറിന്റെ വാല്യൂ r is equal to u square 2 into sin theta means തീറ്റ ഇതാണ്. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റന്റെ ഓപ്പോസിറ്റ് 4 ആണ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. അപ്പോൾ 4/5. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? 3/5 ആയിട്ട് മാറും അല്ലേ. ഡിവൈഡ് ബൈ അടിയിൽ എന്തുണ്ടടാ? ജി ഉണ്ട്. ഇനി ഒന്ന് കൊടുക്കാനില്ലല്ലടാ. അപ്പൊ എന്തായിട്ട് മാറും? 3 4 12. 12 ഇൻറ്റു 2 എത്രയാ? 24. 24/25 യു സ്ക്വയർ ബൈ ജി ആണ്. നമുക്ക് എന്താ തന്നെ? nu square by 25g ആണ്. അപ്പോൾ u square 25g അങ്ങനെ തന്നെ പോയി. എന്നിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? 24 ഈക്വൽ ആയിരിക്കും. ഒന്നുമില്ല, പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ച 5 ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൊടുത്താൽ പ്രൊജക്റ്റീവിലെ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമില്ല.